ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിൽ ചിക്കൻ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ചിക്കൻ നല്ലതുപോലെ കഴുകി വച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ചിക്കൻ പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ചിക്കൻ്റെ കഷ്ണങ്ങളിലേക്ക് മസാലകൾ ചേർത്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ മസാലകൾ ചേർത്ത് വച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇഞ്ചി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി കുഞ്ഞുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുഞ്ഞുള്ളി ആവശ്യത്തിന് ചേർക്കാം. കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് 6 വലിയ ഉള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പും ചേർത്ത് സവാള നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 പഴുത്ത ടൊമാറ്റോ കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി നല്ലതുപോലെ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം. നമ്മൾ ഒരുപാട് സമയം ഈ ഉള്ളിയൊന്നും ഇട്ട് വഴറ്റിയെടുക്കുന്നില്ല, അല്ലാതെ തന്നെ നമ്മൾ ചിക്കൻ കറി തയ്യാറാക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മസാലകൾ ചേർത്ത് വച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉള്ളിയും സവാളയൊക്കെ ഒരുപാട് വഴറ്റിയതിന് ശേഷം നമ്മൾ കറി വയ്ക്കുന്നുണ്ട്. അങ്ങനെയല്ല ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് ചിക്കൻ കറി തയ്യാറാക്കുന്നത്. ഇനി നമുക്കിത് വെള്ളമൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. ഓൾറെഡി ചിക്കനിൽ തന്നെ വെള്ളം കാണും. നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇടവിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇടവിട്ടൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കനിൽ നിന്നുള്ള വെള്ളം ഊറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുളക് പൊടിയും ചേർത്ത് നമ്മൾ നല്ലതുപോലെ അടച്ചു വച്ചിട്ടുണ്ടായിരുന്നു. ഇളക്കിയതിന് ശേഷം ഈ സമയത്ത് നമ്മൾ മരിച്ചിനിയും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം ചേർത്ത് ചിക്കൻ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ചിക്കൻ കറിയൊക്കെ വെന്ത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയും മരിച്ചിനിയും കൂടി കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. സിമ്പിളാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ചിക്കൻ തയ്യാറാക്കിയ സമയത്ത് നമ്മൾ കുരുമുളകൊന്നും ചേർത്ത് കാണിച്ചില്ല. അത് നമ്മൾ ഇറച്ചി മസാല വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. കുരുമുളകും എല്ലാം ചേർത്താണ് ഈ മസാല തയ്യാറാക്കിയത്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് കുരുമുളക് ചേർക്കുന്നത് കാണിക്കാത്തത്. നമ്മൾ ഇഞ്ചി ചേർത്തിട്ടുണ്ടായിരുന്നു, കാണിക്കാൻ വിട്ടുപോയതാണ്. ഫ്രൈ റൈസും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.